5 മണിക്കൂർ പഠിച്ചാൽ 50 മാർക്ക് കിട്ടുമെങ്കിൽ 10 മണിക്കൂർ പഠിച്ചാൽ 100 മാർക്ക് കിട്ടണം അല്ലെ? കൂടുതൽ സമയം പഠിച്ചാൽ കൂടുതൽ മാർക്ക് കിട്ടും അല്ലെങ്കിൽ കിട്ടണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് നമ്മുടെ പഠനം മുഴുവൻ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മളെക്കാളും കുറവ് സമയം പഠിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെക്കാളും മാർക്ക് നേടുന്നുണ്ട്. പല ആളുകൾക്കുള്ള പരാതിയാണ് ഞങ്ങൾ ഇടുന്ന എഫേർട്ടിനനുസരിച്ചുള്ള മാർക്ക് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. ശരിയല്ലേ? ഇതിനെന്താണ് റീസൺ? ഇതിന് സയന്റിഫിക്കലി 3 റീസൺസ് ഉണ്ട്. ആ 3 റീസൺസും അതിനുള്ള പരിഹാരവുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വെൽക്കം ടു അൺലേൺ വിത്ത് അജ്മൽ. നിങ്ങൾ ഇതുവരെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തെല്ലാമാണ് നമ്മുടെ പഠനം എഫിഷ്യന്റ് ആയി മാറാത്തതിന്റെ 3 റീസൺസ് എന്നുള്ളത്? ദ ഫസ്റ്റ് വൺ ഈസ് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്. നമ്മുടെ പഠനം എന്നുള്ളത് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സ്റ്റഡിയിങ് എന്നുള്ളത് ഇസ് നോട്ട് ഈക്വൽ ടു ലേണിംഗ്. എന്താണ് സ്റ്റഡിയിങ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പുസ്തകം എടുക്കുന്നു, വായിക്കുന്നു, നമ്മളൊരു വീഡിയോ കാണുന്നു, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, നമ്മൾ നോട്ട്സ് എഴുതുന്നു. ഇതെല്ലാം ഒരു ഫിസിക്കൽ പ്രോസസ്സാണ്. ഇതാണ് സ്റ്റഡിയിങ്. എന്നാൽ ലേണിംഗ് എന്നുള്ളത് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ ബ്രെയിനിൽ നടക്കുന്ന പ്രോസസ്സിലോട്ട് നമ്മുടെ സ്റ്റഡിയിങ്, നമ്മുടെ ലേണിംഗിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അവിടെ ചില കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ലേണിംഗ് നടക്കുന്നത്? നമ്മുടെ ബ്രെയിനിൽ ന്യൂറോൺസ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഈ ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻസിനെയാണ് നമ്മൾ സിനാപ്സിസ് എന്ന് വിളിക്കുന്നത്. ഈ സിനാപ്സിസ് സ്ട്രോങ് ആവുന്നതും നമ്മുടെ ന്യൂറൽ പാത്വേസിൽ സിനാപ്സിസ് സ്ട്രോങ് ആവുന്നതും പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാവുന്നതൊക്കെയാണ് ലേണിംഗിൽ നടക്കുന്നത്. ഈ ലേണിംഗ് നടക്കുന്നത് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് പ്രോബബ്ലി നമ്മൾ പഠിക്കാനിരിക്കുന്ന ഒരു ഫസ്റ്റത്തെ ഒരു 1.5 hours ആയിരിക്കും. എന്നാൽ നമ്മുടെ ഒരു 5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചാലോ അതൊരു റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്യുന്നത് പോലെയാണ്. റബ്ബർ ബാൻഡ് ഒരു പരിധി വരെ നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ ആ റബ്ബർ ബാൻഡ് പൊട്ടിപ്പോകും എന്നുള്ളതാണ് സംഭവിക്കുക. അതിനൊരു പരിധിയിൽ കൂടുതൽ സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പഠനത്തിന്റെ ഇടയിൽ ബ്രേക്സ് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പൊ നമ്മളൊരു 1 hour 1.5 hours പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഫ്രീ ആകുന്ന, മൈൻഡിന് റിലാക്സ് ചെയ്യുന്ന, നമ്മുടെ ന്യൂറോൺസിന് റെസ്റ്റ് നൽകുന്ന ഒരു ബ്രേക്ക് നമ്മൾ എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. റൈറ്റ്? അപ്പോൾ ഈ ഒരു ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു ലോങ് ടേം, ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ 6 മണിക്കൂർ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പോലും ആ ഒരു ഫസ്റ്റ് മണിക്കൂറിലെ എഫിഷ്യൻസി നമുക്ക് സെക്കൻഡ് അവറോ തേർഡ് അവറോ കിട്ടില്ല അൺലെസ് വി പുട്ട് അഡ്വക്കേറ്റ് ബ്രേക്ക് ബിറ്റ്വീൻ. അപ്പൊ ഇതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നമ്മുടെ പഠനം എഫക്റ്റീവ് അല്ലാത്തതിന്റെ രണ്ടാമത്തെ റീസൺ എന്നുള്ളത് ദ ഇല്യൂഷൻ ഓഫ് മാസ്റ്ററി ആണ്. ഇതിനെ ചില ആളുകളെല്ലാം റെക്കഗ്നീഷൻ ട്രാപ്പ് എന്ന് വിളിക്കാറുണ്ട്. എന്താണ് ഇല്യൂഷൻ ഓഫ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ? നമ്മൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ പഠിക്കുന്ന കാര്യം നമ്മൾ കൂടുതൽ പഠിച്ച കാര്യം തന്നെ ആയിരിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ ഫിസിക്സില് അല്ലെങ്കിൽ മാത്തമാറ്റിക്സില് ഒരു ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ആയിരിക്കും നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇതിനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നമ്മുടെ ബ്രെയിനിന് ഏറ്റവും എളുപ്പമുള്ള കാര്യം ചെയ്യാനാണ് ഇഷ്ടം. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു മാത്സ് പ്രോബ്ലം ചെയ്യാനൊരു അവസരമുണ്ട്, അപ്പുറത്ത് റീൽസ് കാണാനൊരു അവസരമുണ്ട്. ഏതാ നമ്മൾ ചൂസ് ചെയ്യുക? റീൽസ് കാണാനുള്ള അവസരം ചൂസ് ചെയ്യും അല്ലേ? കാരണം എന്താ? അത് വളരെ എളുപ്പമാണ്. മാത്സ് പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആണ്. നമ്മുടെ മുമ്പിൽ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു ചാപ്റ്റർ ഉണ്ട്, പഠിക്കാത്ത ചാപ്റ്റർ ഉണ്ട്. നമ്മൾ ഏതാണ് ചൂസ് ചെയ്യുക? അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് ഏത് ചൂസ് ചെയ്യാനാണ് ടെൻഡൻസി? പഠിച്ച ചാപ്റ്റർ ചൂസ് ചെയ്യാനാണ് ടെൻഡൻസി. കാരണം ഇത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ പഠിക്കാന്ന് ചെയ്യുന്ന പ്രോസസ്സോ അത് പലപ്പോഴും നമ്മൾ പുസ്തകം വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതൊരു റെക്കഗ്നീഷൻ പ്രോസസ്സാണ്. റൈറ്റ്? അപ്പൊ ഈ റെക്കഗ്നീഷൻ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും റൈറ്റ് നമ്മൾ വളരെ എഫിഷ്യന്റ് ആണ്, നമ്മൾ ഒരുപാട് സമയം പഠിച്ചു, റൈറ്റ് നമ്മൾ ഒരുപാട് കാര്യം ചെയ്തു, നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഇതാണ് ഇല്യൂഷൻ ഓഫ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ. നമ്മളൊരു മാസ്റ്റർ ആയി കഴിഞ്ഞു എന്നുള്ളൊരു ഇല്യൂഷൻ, ഒരു മരീചിക നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴോ നമുക്ക് പലപ്പോഴും റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. അവിടെയാണ് മൂന്നാമത്തെ ഫാക്ടർ വരുന്നത്. നമ്മൾ ഭൂരിഭാഗവും ചെയ്യുന്ന കാര്യങ്ങൾ പാസീവ് ലേണിംഗ് ആണ്, ആക്റ്റീവ് ലേണിംഗ് അല്ല. എന്താ പാസീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞ പ്രോസസ്സ്, സ്റ്റഡിയിങ് എന്ന് പറയുന്ന പ്രോസസ്സ് പലപ്പോഴും ലേണിംഗിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാത്ത അവസ്ഥയാണ് നമ്മൾ പാസീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ഒരു 10 തവണ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളത് ആക്ച്വലി എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങളോട് ഒരു പരീക്ഷ എഴുതാൻ ആവശ്യപ്പെട്ടു, ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ആവശ്യപ്പെട്ടു, ഏതാ നമ്മൾ ചൂസ് ചെയ്യുക? ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളതാണ്. കാരണം ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു ഇല്യൂഷൻ ഓഫ് മാസ്റ്ററി കിട്ടും. മാത്രമല്ല ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നുള്ളത് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. ഈ എളുപ്പമുള്ള കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള തോന്നൽ വരുന്നു. പക്ഷെ ആക്ച്വൽ ലേണിംഗ് നടക്കുന്നുണ്ടോ? ഇല്ല. നമ്മളൊരു യൂട്യൂബ് വീഡിയോ കാണുന്നു. ഈ യൂട്യൂബ് വീഡിയോ കാണുക എന്നുള്ളത് നമ്മൾ വളരെ പാസീവ്ലി ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. ഒരു പുസ്തകം നോക്കി നോട്ട് എഴുതുന്നു. ഈ നോട്ട് എഴുതുക എന്നുള്ളത് നമ്മൾ വളരെ പാസീവ്ലി ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ലേണിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് ഇവിടെ ആക്ച്വലി നടക്കുന്നില്ല. നമ്മുടെ ലേണിംഗ് എന്നുള്ളത് വളരെ ഇൻഎഫിഷ്യന്റ് ആയി പോകുന്നു. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. റൈറ്റ്? അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നിന്ന് ആക്റ്റീവ് ലേണിംഗിലോട്ട്, പാസീവ് ലേണിംഗിൽ നിന്ന് ആക്റ്റീവ് ലേണിംഗിലോട്ട് പോവുക എന്നുള്ളതാണ് പരിഹാരം. എന്താണ് ആക്റ്റീവ് ലേണിംഗ് എന്നുള്ളത്? നമ്മുടെ ബ്രെയിനിന് എഫേർട്ട് കൊടുക്കുന്ന ലേണിംഗ്. നമ്മുടെ ബ്രെയിനിൽ ലേണിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ ബ്രെയിനിന് ഒരു എഫേർട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏതുപോലെ എന്റെ മുമ്പിൽ ഒരു 50 കിലോഗ്രാം ഭാരമുള്ള ഒരു കല്ലുണ്ട് എന്ന് വിചാരിക്കുക. ഈ കല്ല് ഞാൻ പൊക്കാൻ ശ്രമിക്കുന്നു. ഈ കല്ല് പൊക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം എന്താ? എന്റെ മസിൽസ് അതിന് ട്രെയിൻഡ് അല്ല. എന്നാൽ ഞാൻ ജിമ്മിലെല്ലാം പോയി ട്രെയിൻഡ് ആയി വന്നാലോ ഈ കല്ല് എനിക്ക് അനായാസം പൊക്കാൻ സാധിക്കും.
അതേപോലെ തന്നെയാണ് പരീക്ഷയ്ക്ക് സംഭവിക്കുന്നത്. പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഉത്തരം എഴുതാൻ നമ്മുടെ ബ്രെയിൻ ട്രെയിൻഡ് അല്ല, നമ്മുടെ ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്ത പരിചയമുള്ളൂ, റീകോൾ ചെയ്ത് പരിചയമില്ല. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് അഡ്വക്കേറ്റ് എഫേർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇല്യൂഷൻ ഓഫ് മാസ്റ്ററി, അതേപോലെ തന്നെ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ആൻഡ് പാസീവ് ലേണിംഗ്, ഈ കാരണങ്ങൾ കൊണ്ടാണ് ലേണിംഗ് എഫക്റ്റീവ്ലി നടക്കാത്തത്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുക? ഇത് പരിഹരിക്കാനുള്ള ചില ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ബ്രേക്ക് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. അതായത് മേ ബി ഒരു 90 മിനിറ്റ്സ് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു 15 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കുക. നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ ഒന്ന് റീചാർജ് ചെയ്യാനുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളതല്ല, നമ്മളൊന്ന് നടക്കുക, ആളുകളുമായിട്ട് സംസാരിക്കുക, നന്നായി വെള്ളം കുടിക്കുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പഠിക്കാനിരിക്കുക. ഈ പഠിക്കാനിരിക്കുമ്പോൾ തന്നെ ഇന്റർലീവിംഗ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ നമ്മൾ ഫിസിക്സ് ആണ് പഠിച്ചതെങ്കിൽ അടുത്തൊരു 1.5 മണിക്കൂർ നമ്മുടെ ഒരു ലാംഗ്വേജിൽ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ സ്പെൻഡ് ചെയ്യുക, സോഷ്യൽ സയൻസിൽ സ്പെൻഡ് ചെയ്യുക. ഇത് നമ്മുടെ പഠനത്തെ എന്താ പറയുക, ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുന്ന കാര്യമാണ് എന്നുള്ള ഒരുപാട് സയന്റിഫിക് റിസർച്ചുകൾ നമ്മുടെ മുമ്പിലുണ്ട്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് നമ്മുടെ ലേണിംഗ് മൊത്തം ആക്റ്റീവ് റീകോളിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിനിന് വർക്ക് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ പഠിക്കുക. അതെങ്ങനെയാണ്? അത് കേവലം പുസ്തകം വായിക്കുക അല്ലെങ്കിൽ നോട്ട്സ് എഴുതുക ഇങ്ങനെയൊന്നല്ല. നമ്മൾ മേ ബി എക്സാംസ് എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നൊരു കാര്യം പഠിക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഫിസിക്സിലെ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. നിങ്ങൾ ആ പുസ്തകം തുറക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കുക, എനിക്ക് ലൈറ്റിൽ എന്തൊക്കെ അറിയാം, ലൈറ്റിലുള്ള കാര്യങ്ങൾ മേ ബി എനിക്ക് ഒന്ന് മെമ്മറിയിൽ നിന്ന് സമ്മറൈസ് ചെയ്ത് എനിക്കൊരു നോട്ട് പാഡിൽ എഴുതാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് വെറുതെ ഒന്ന് പറഞ്ഞു നോക്കാൻ സാധിക്കുമോ, ലൈറ്റ് എന്നുള്ള ചാപ്റ്റർ എനിക്ക് മറ്റൊരാളെ പഠിപ്പിക്കാൻ സാധിക്കുമോ, ആക്റ്റീവ്ലി ടീച്ച് ചെയ്യാൻ സാധിക്കുമോ? ഇതെല്ലാം നമ്മുടെ ബ്രെയിനിന് വർക്ക് കൊടുക്കുന്ന ആക്റ്റീവ് ലേണിംഗ് മോഡ്സ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ, നമ്മുടെ പഠനത്തിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ വൈവിധ്യങ്ങൾ കൊണ്ടുവരിക, വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിലൂടെ നമ്മൾ പഠിക്കുക, നമ്മൾ എക്സാംസ് എഴുതുക, വ്യത്യസ്തങ്ങളായിട്ടുള്ള സബ്ജക്ട്സ് മിക്സ് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ പഠിച്ചിട്ട് എനിക്ക് റിസൾട്ട് ഇല്ല എന്ന് കംപ്ലൈന്റ് ചെയ്യുന്ന നിങ്ങളുടെ ആ ഫ്രണ്ടിന് നിങ്ങൾ അയച്ചു കൊടുക്കുക. കൂടുതൽ സ്റ്റഡി ടിപ്സിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.